സംസാരിക്കും. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവവചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും കൂടെയുള്ള ഒരു ഹാർമണിയാണ് സംഭവിക്കുക, ഒരു ലയനം. ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും കൂടെയുള്ള ഒരു ലയനം സംഭവിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ ശക്തി നിറയും. അങ്ങനെ അതിനുവേണ്ടി നമ്മളിപ്പോൾ സങ്കീർത്തനം 57 പാഠം, സങ്കീർത്തനം 57 കൃപയുണ്ടാകണമേ ദൈവമേ എന്ന് സങ്കീർത്തകൻ പാടുകയാണ്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോൾ ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. നമുക്കറിയല്ലേ, കോഴി കുഞ്ഞുങ്ങളെ തന്നെ ചിറകിൻ കീഴിലാക്കുന്നപ്പോഴാണ് പരുതു വരുമ്പോൾ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകളും സഹനങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ നാം ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ആകണം. അപ്പോൾ ഒന്നിനും നമ്മെ കീഴ്പ്പെടുത്താനാവില്ല. അതുകൊണ്ട് സങ്കീർത്തകൻ പറയുന്നു, ഞാനിത് അങ്ങയുടെ ചിറകിൻ കീഴിലായിരിക്കുന്നു. അതുകൊണ്ട് ഈ വിനാശത്തിന്റെ കൊടുങ്കാറ്റ് വന്നപ്പോൾ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിച്ചു. ഈ വചനങ്ങളെല്ലാം യേശു ക്രിസ്തുവിൽ പൂർത്തിയായതാണ്. നമ്മൾ പഴയ നിയമമാണല്ലോ പാടുന്നതെന്നൊന്നും വിചാരിക്കേണ്ട. ഇതെല്ലാം യേശു ക്രിസ്തുവിനെ പറഞ്ഞിട്ടുള്ള, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സങ്കീർത്തകൻ മുഴുവനും യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനങ്ങളാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഉയർത്തെഴുന്നേറ്റപ്പോൾ, മോശയുടെ നിയമത്തിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന എല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അപ്പം അന്ന് അവർ പാടിയപ്പോൾ അത് പൂർത്തിയായില്ലായിരുന്നു. ഇന്നത്തെ നമ്മുടെ കാലത്തിൽ അത് പൂർത്തിയായി കഴിഞ്ഞു. യേശു ക്രിസ്തു വന്നു. അപ്പോൾ നമ്മൾ ആ വിശ്വാസത്തോടെ വേണം അത് പാടാൻ. വന്നു കഴിഞ്ഞ യേശു ക്രിസ്തുവിനെ നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയക്കും എന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്, ഇതാണ് നമ്മുടെ സഹായം. ഇങ്ങനെ ഓരോന്നും യേശു ക്രിസ്തുവിൽ പൂർത്തിയായത് കണ്ടതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയം അചഞ്ചലമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 57 ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ.